അഭയം തേടി ഇനി ആരും തന്നെ അമേരിക്കയിലേക്ക് വരേണ്ടതില്ല. വരുന്നവരെ അതിർത്തിയിൽ വെച്ച് തടയും, അവരെ തിരിച്ചയക്കും. ആ ട്രംപ് ഭരണകൂടം ഇറക്കിയ ആ ഉത്തരവ് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്ന് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. 6-3 ആണ് തീരുമാനം. 6 ജഡ്ജിമാർ അനുകൂലിച്ചു, 3 പേര് എതിർത്തു. എതിർത്ത ജഡ്ജി ജസ്റ്റിസ് സോണിയ സോട്ടോമേയർ അവർ അതിശക്തമായിട്ട് ഈ ഭൂരിപക്ഷ വിധിയെ അതിശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് അവരുടെ വിധിന്യായം അവരെഴുതിയ വിധിന്യായം വായിക്കുകയുണ്ടായി കോടതിയിൽ. സാധാരണ കോടതിയിൽ അങ്ങനെ ഉണ്ടാവുന്നതല്ല. ഈ ജഡ്ജിമാരെല്ലാവരും വ്യത്യസ്ത അഭിപ്രായമാണെങ്കിലും അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതേവരെ കണ്ടുവന്നിട്ടുള്ളത്. അതാണ് സുപ്രീം കോടതിയുടെ ഒരു വലിയ ശക്തിയായിട്ട് പറയുന്നത്. പക്ഷേ ഇന്നിപ്പം ജസ്റ്റിസ് സോട്ടോമേയർ അതിശക്തമായിട്ട് പ്രതികരിക്കുകയും അത് പൊട്ടിത്തെറിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ അതിനെതിരെ ഭൂരിപക്ഷ വിധി എഴുതി പ്രഖ്യാപിച്ച ജസ്റ്റിസ് സാമുവൽ അലിറ്റോ അദ്ദേഹമാണെങ്കിലും കടുത്ത നീരസം പ്രകടിപ്പിച്ചു. ഇവരിങ്ങനെ ചെയ്യുമെന്ന് അറിയുമായിരുന്നെങ്കിൽ താൻ കൂടുതൽ വാദമുഖങ്ങൾ തൻ്റെ തീരുമാനത്തിൽ ഉൾപ്പെടുത്തുമായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, തനിക്കും പറയാനുണ്ടായിരുന്നു. അത് പറയാൻ പറ്റിയില്ല. ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. അപ്പോൾ ആ കോടതിയുടെ ആ ഒരു കീഴ്വഴക്കം തന്നെ ഇക്കാര്യത്തിൽ മാറ്റിയെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ജഡ്ജിമാർക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നതയുണ്ട്. അപ്പോൾ ഈ ഭൂരിപക്ഷ വിധി പറയുന്നത് ഇപ്പോൾ അഭയം തേടി ആളുകൾ വരുന്നു, ഈ മെക്സിക്കോ വഴിയും മറ്റുമാണ് അഭയം തേടി വരുന്നത്. അപ്പോൾ ആ വരുന്ന ആളുകൾ ആ അമേരിക്കൻ മണ്ണിൽ കാലുകുത്തിയാൽ അവർക്ക് അഭയത്തിന് അപേക്ഷിക്കാനാവൂ. അപ്പോൾ അമേരിക്കൻ മണ്ണിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ അവരെ തിരിച്ചയക്കുക, അവരിങ്ങോട്ട് വരുന്നത് ഇവിടെ കാലുകുത്താനായിട്ട് അനുവദിക്കാതിരിക്കുക. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നയമാണ്. അത് ഈ ഒബാമയുടെ കാലത്തും അത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഇങ്ങോട്ട് വരാതെ ആളുകളെ തിരിച്ചയക്കുന്ന പരിപാടി. പക്ഷേ പിന്നീടത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഈ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം വന്നതോടുകൂടി ഇനിയിപ്പോൾ ആരും അഭയം തേടി വരേണ്ടതില്ല. അപ്പോൾ അതിനെതിരെ ജസ്റ്റിസ് സോട്ടോമേയർ പറയുന്നത് ഈ അഭയം തേടി വരുന്ന ആളുകൾ പല രാജ്യത്തും പീഡനം അനുഭവിക്കുന്നവരായിരിക്കും. മതപരമായ പീഡനം അല്ലെങ്കിൽ ലൈംഗികമായ കാര്യത്തിൻ്റെ പേരിലുള്ള പീഡനം, ഇങ്ങനെയൊക്കെയുള്ള നാനാവിധ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിലുള്ള ആളുകളായിരിക്കും ഇവിടെ അഭയം തേടി വരുന്നത്. അപ്പോൾ അവരാരും ഇങ്ങോട്ട് വരണ്ട, ഇവിടെ കാലുകുത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ മരണത്തിനത് ഇടയാക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ആളുകളെല്ലാം വരുന്നത് മെക്സിക്കോയിൽ നിന്ന് കാടും മേടും മലയും ഒക്കെ ചവിട്ടി ഈ ക്രൂരം മൃഗങ്ങളെയും പാമ്പും ഇങ്ങനെയൊക്കെയുള്ള ഈ പാതയിലൂടെയാണ് അവർ വരുന്നത്. അതുപോലെ തന്നെ ഈ അക്രമികളും കവർച്ചക്കാരും ഈ റേപ്പിസ്റ്റുകളും പീഡനക്കാരും എല്ലാം ഉണ്ട് ആ വഴിയിൽ. അവരുടെ എല്ലാ ഉപദ്രവമൊക്കെ സഹിച്ചാണ് ഇവർ ഇവിടെ വരുന്നത്. അപ്പോൾ ആ വരുന്ന വഴിയിലൂടെ തിരിച്ചു പോയിക്കോളാനാണ് ഇനി പറയുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതും കൂടുതൽ അപകടത്തിന് ഇടയാക്കുമെന്നാണ് അവരുടെ ആ വിധി തീർപ്പിലൂടെ അവരുടെ ആ വിധിന്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ വ്യക്തമായ കാര്യം. പക്ഷേ ഇതിൽ ഈ അഭയം തേടി ഈ കഴിഞ്ഞ ഭരണകൂടത്തിൻ്റെ കാലത്ത്, ബൈഡൻ ഭരണകൂടത്തിൻ്റെ കാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അതിർത്തി കടന്നു വന്നതാണ് നമ്മളെയൊക്കെ അനവസരപ്പെടുത്തുന്നത്. ഇപ്പം ഈ ഇന്ത്യയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ പീഡനമാണെന്നും പറഞ്ഞ് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അതിലെ ആ പൊള്ളത്തരം. അങ്ങനെ വലിയ പീഡനമൊന്നും ഇന്ത്യയിലില്ലാന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ അവരുടെ ബന്ധുക്കൾ കാണും, ഇവിടുത്തെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കാണും. ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരിക, ഇങ്ങനെ മതിൽ ചാടി വരിക. അപ്പം അതിനൊരു നിയന്ത്രണം ഉണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ അഭയം തേടി വരുന്ന ശരിക്കും അഭയം അവരെ തടഞ്ഞു വെക്കുന്നു, അവരെയും തിരിച്ചയക്കുന്ന ഒരു സ്ഥിതി വരും എന്നുള്ളതാണ് നമ്മളെയൊക്കെ അലോസരപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് കരുതാം. അപ്പോൾ അമേരിക്കൻ മണ്ണിൽ കാലുകുത്തി കഴിഞ്ഞാൽ അവർക്ക് അഭയം തേടാം. പിന്നെ അവരെ പുറത്താക്കണമെങ്കിൽ കോടതി മുഖേനയൊക്കെയാണ് അവരെ പുറത്താക്കാനായിട്ട് പറ്റുക. അതിന് പ്രത്യേക പ്രൊസീജിയർ, പ്രത്യേക നടപടിക്രമങ്ങളൊക്കെ വേണം. നേരെ മറിച്ച് ഇപ്പം അതിർത്തിയിൽ വരുന്നവരെ വെറുതെ അങ്ങ് പറഞ്ഞു വിടാം, നിങ്ങൾ പോയിക്കോ, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പം അവർ കാലുകുത്തി കഴിഞ്ഞാൽ അവർ അറൈവ് ചെയ്താൽ മാത്രമാണ് അഭയം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അറൈവ് ചെയ്യുന്നില്ല, ഇവിടെ കാലുകുത്തുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്ക് ആ നിയമം ബാധകമാകുക എന്നാണ് ജസ്റ്റിസ് അലിറ്റോ ചോദിച്ചത്. എന്തായാലും ആ നിയമം എത്ര പേരെ ബാധിക്കും, ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിർത്തിയിൽ കൂടി ആളുകൾ ഇങ്ങനെ വൻതോതിലൊന്നും വരുന്നില്ല. ഇവിടെ വന്നാൽ ഇങ്ങോട്ട് കയറ്റുകയില്ല എന്നുള്ളൊരു എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു സ്ഥിതി വന്നു. അപ്പോൾ അതാവശ്യം തന്നെ അപ്പോൾ അതിനൊരു നിയമസാധ്യതയും ഇപ്പോൾ കൈവന്നിരിക്കുന്നു. അപ്പോൾ ഈ തീരുമാനത്തെ ഭരണകൂടം വളരെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവിടെ ഇമിഗ്രേഷന് അതിശക്തമായിട്ടുള്ള ഒരു നടപടിയെടുക്കാനുള്ള കഴിവ് ഭരണകൂടത്തിന് കിട്ടിയിരിക്കുന്നു.
രണ്ടാമതൊരു തീരുമാനം വന്നിരിക്കുന്നത് ഈ ഹെയ്ത്തിയിൽ നിന്ന് ഏതാണ്ട് 3.5 ലക്ഷം പേര് TPS എന്ന് പറഞ്ഞ ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് അതിൽ ഇവിടെ തുടരുന്നവരുണ്ട്. അതുപോലെ തന്നെ സിറിയയിൽ നിന്ന് ഏതാണ്ട് 6100 പേര്, പിന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ ഈ ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് അത് ഏതാണ്ട് 30 വർഷം മുമ്പ് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അതനുസരിച്ചാണ് ഇങ്ങനെ ഹെയ്ത്തിയിൽ നിന്നൊക്കെ ആളുകൾ വന്നത്. പ്രകൃതിക്ഷോഭം, അവിടെ ഭൂകമ്പം, അങ്ങനെയൊക്കെയുള്ള ആ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അവിടുന്ന് വൻതോതിൽ ആളുകൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവർക്കിവിടെ കഴിയാനും ഇവിടെ ജോലി ചെയ്യാനും ഒക്കെയുള്ള അനുമതി ഓരോ ഭരണകൂടവും കൊടുത്തു വന്നിരുന്നു. 3 വർഷം അങ്ങനെയൊക്കെയുള്ള കാലാവധി. അത് പിന്നെ നീട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അത് ഇവർക്കുള്ള ഈ പ്രൊട്ടക്ഷൻ, ഈ TPS ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ഇവർക്കുള്ളത് ഹെയ്ത്തിക്കാർക്കും സിറിയക്കാർക്കുമുള്ളത് പിന്നെ സർക്കാർ അങ്ങ് റദ്ദാക്കി. അപ്പോൾ അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പം സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. അത് പ്രൊട്ടക്ഷൻ റദ്ദാക്കാനുള്ള എല്ലാ അധികാരവും സർക്കാരിനുണ്ട് എന്ന്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും പറയുന്നത് ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസാണ്. അപ്പോൾ ഹെയ്ത്തിയിൽ വെള്ളപ്പൊക്കവും ഭൂകമ്പവും ഒക്കെ ഉണ്ടായപ്പോഴാണ് അന്ന് അവർക്ക് സംരക്ഷണം ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ സിറിയയിൽ കലാപം ഉണ്ടായിരുന്ന ആ കാലത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർക്ക് തിരിച്ചു പോകാം. ഇതൊരു ടെമ്പററി പ്രൊട്ടക്ഷനാണ്, അതുകൊണ്ട് തിരിച്ചു പോകാം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. അപ്പോൾ അത് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലെ ഒരു വസ്തുത നമുക്കറിയാം. അമേരിക്കയിൽ വരുന്നവർ ഇവിടെ ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ അവരെ തിരിച്ചയക്കേണ്ടി വരിക, തിരിച്ചയക്കുന്നു എന്ന് വരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇവിടെ ടെമ്പററി പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ആയാലും അമേരിക്കയിൽ ജീവിക്കുന്നവർ, അതും ഏതാനും വർഷങ്ങളും അല്ലെങ്കിൽ കുറേ വർഷങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കൽ പറിച്ചു നട്ടു വീണ്ടും ഒരിക്കൽ കൂടെ പറിച്ച് നടുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെ വന്നു പോകും. എന്തായാലും ഇങ്ങനെയുള്ളവരെ വരാതിരിക്കാൻ അനുവദിക്കുന്നതാണ് ഒരർത്ഥത്തിൽ നല്ലത്. കൂടുതൽ ആളുകൾ വരരുത്, വന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളൊരു സ്ഥിതി വരുന്നത് നല്ലത് തന്നെ. അപ്പോൾ ഈ 2 വിധികൾ വന്നു. അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമതൊരു വിധി, അത് കീഴ്ക്കോടതിയിലൊരു ഡിസ്ട്രിക്ട് കോടതിയിലെ വിധിയാണ്. ബോസ്റ്റണിൽ നിന്ന് ഈ പ്രസിഡന്റ് ട്രംപ് ഈ ഇലക്ഷൻ വോട്ടറാകണമെങ്കിൽ പൗരത്വരേഖകളൊക്കെ കാണിച്ച് വേണം വോട്ടറാകാനായിട്ട് എന്നൊരു ഉത്തരവിട്ടു. അപ്പോൾ ആ ഉത്തരവ് ശരിയല്ല. അങ്ങനെ ഒരു ഉത്തരവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. അത് കോൺഗ്രസും അതുപോലെ തന്നെ പ്രാദേശിക സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഒക്കെയാണ് അത് കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെതിരെ അപ്പീൽ കൊടുക്കുമെന്നാണ് ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഈ സാങ്കേതിക കാര്യങ്ങൾ. എന്തായാലും ഈ 2-3 വിധികൾ ഇപ്പോൾ വന്നു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മിക്കവാറും കോടതി ഇപ്പോൾ അവസാനിക്കുകയാണ്. ഈ വേനൽക്കാല അവധിക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച മിക്കവാറും 1-2 വിധി തീർപ്പുകളോട് വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ജന്മാവകാശ പൗരത്വം, ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും പൗരത്വം കിട്ടുമോ എന്നുള്ള അക്കാര്യത്തെപ്പറ്റിയുള്ളൊരു തീരുമാനം. അപ്പോൾ അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം, നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യം, നമ്മളെല്ലാം ഉറ്റുനോക്കുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിധി വരുന്നതെങ്കിൽ ഇനി അതിൻ്റെ വിധി എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്.